ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു നെക്ലസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് പെയർ ചെയ്തിരിക്കുന്ന കമ്മലിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് മാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒരു OHP ഷീറ്റിലേക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. B7000 ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആദ്യം ഒരു വൈറ്റ് സെറാമിക് കുന്തൻ സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റും ഫ്ലവർ ഷേപ്പിൽ നമുക്ക് ഡ്രോപ്പ് ഷേപ്പിലെ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കളർ സ്റ്റോൺസ് ഇല്ലേ, അത് മാറ്റ് ഫിനിഷിൽ വരുന്നതാണ് കേട്ടോ, ഗ്ലോസി അല്ല. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത് ജാനുവരിയിലാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് ഇത് മുഴുവനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ജസ്റ്റ് ആ ഫ്ലവേഴ്സ് മാത്രം അന്ന് ചെയ്തു വെച്ചിരുന്നുള്ളൂ. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേട്ടോ ബാക്കി ഞാൻ ചെയ്തെടുത്തത്. ഇത്രയും നാളെ ഞാൻ ബിസി ആയിരുന്നതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ റെഡി ആയതിനു ശേഷം നമുക്കിത് ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. HP ഷീറ്റിൽ നിന്ന് ഇത് കറക്റ്റ് ഷേപ്പിന് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാഞ്ഞത്. ഇനി നമുക്ക് ഓരോ ഫ്ലവറിൻ്റെ ബാക്കിൽ ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പൈപ്പിൻ്റെ രണ്ടാമത്തെ അറ്റം കൂടി ഞാൻ ഇതുപോലെ ലൂപ്പായിട്ട് വളച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിൻ്റെയും. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും പുറകിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഒരെണ്ണത്തിൽ നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് വെക്കുന്നതെങ്കിൽ രണ്ടാമത്തേൽ വെർട്ടിക്കലായിട്ട് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് സെറ്റ് സാരിയിലൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലസ് ആണ് കേട്ടോ ഇത്. സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ OHP ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. അത് ഇത്തിരി ടാസ്ക് ആണ്. അല്ലാതെ ഈ ഒരു നെക്ലസ് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായി ഒട്ടിച്ച് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ലെങ്ത് ഒക്കെ ഏകദേശം കറക്റ്റ് അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഐപ്പിൻസ് ഒട്ടിച്ചില്ലേ, അതിൻ്റെ ഓരോന്നിൻ്റെ മുകളിൽ ഇതുപോലെ വാക്സ് ഷീറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. വാക്സ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇതിരിക്കും, പെട്ടെന്ന് ഇളകിയൊന്നും പോവില്ല കേട്ടോ. ഞാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെൻഡന്റ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നടുക്ക് വരുന്ന ഒരെണ്ണത്തിൽ ഇതുപോലെ താഴേക്ക് ഒരു ഐപ്പിനും കൂടി ഒട്ടിക്കണമായിരുന്നു. പിന്നെ പെൻഡന്റിലാണെങ്കിൽ ഒരു ഐപ്പിന് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലും കൂടി ഒരു വാക്സ് ഷീറ്റിൻ്റെ ചെറിയ പീസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഡ്രൈ ആക്കാൻ വെക്കാം. ഇനി ഡ്രൈ ആയതിനു ശേഷം അസംബിൾ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പെൻഡൻ്റ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് നമ്മൾ പെൻഡൻ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി താഴേക്ക് ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഐപ്പിൻ, അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പെൻഡൻ്റ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു നെക്ലസ് ആൻഡ് ഇയറിംഗ് സെറ്റ് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും മതി. അപ്പോൾ പെൻഡൻ്റ് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ഓരോ ഫ്ലവേഴ്സും ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഈ ഒരു മാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കധികം ചിലവും ആകുന്നില്ല. ഞാൻ ഒരു പാക്കറ്റ് കുന്തൻ സ്റ്റോൺ വാങ്ങിച്ചതിൽ അതിൽ പകുതി പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ചെയ്തെടുക്കാനുള്ള സ്റ്റോൺസ് ബാക്കിയും കൂടെ ഉണ്ട്. ഇതേ സെയിം സ്റ്റോൺ വെച്ചിട്ട് ഞാനൊരു വലിയ ഹാങ്ങിങ് കമ്മലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. അപ്പം അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പം ഇത്രയും ഐറ്റംസ് ഒക്കെ ഈ ഒരു സ്റ്റോൺസ് വെച്ച് ഉണ്ടാക്കിയിട്ടും എൻ്റെ സ്റ്റോൺസ് തീർന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എൻ്റെ വീഡിയോ ഫ്രെയിമിൽ ഒരാളെ കണ്ടോ നിങ്ങൾ? ചാർലിയാണേ അത്. ചാർലിനോട് ഞാനൊന്നും മാറിത്തരാൻ പറഞ്ഞിട്ട് അവൻ മാറി തന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. ഇവന്മാരുടെ സൗകര്യവും സമയമൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ എനിക്ക് ഓരോന്നും ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സംസാരത്തിനിടയിൽ ഞാൻ ഒരുപാടെണ്ണം ഇന്റർകണക്ട് ചെയ്തിരുന്നു കേട്ടോ. ഇന്റർകണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഐപ്പിൻസ് വെച്ച് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇതേ നോക്കിയേ, ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയും കൂടി ഞാൻ ചെയ്തെടുത്തിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാവേ. അപ്പോൾ ഇത്രയും ചെയ്തെടുത്തപ്പോൾ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് സ്റ്റോണിൻ്റെ കളറൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു നെക്ലസ് നമുക്കിവിടെ റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മോൾഡ്, അതായത് ഞാൻ ഇങ്ങനെ നെക്ലസിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തൊരു പീസാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഡോറി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡോറിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് പകരം ചെയിൻ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഡോറി ഉള്ളതുകൊണ്ട് അത് ഞാൻ വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെയിനാണ് ഉള്ളതെങ്കിൽ ചെയിനും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ചെയ്തൊരു കമ്മലുമായിട്ട് ഇത് പെയർ ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു കമ്മൽ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സെയിം കളറല്ല, വേറെ കളർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇട്ടിരുന്നത്. പിന്നെ ഈ ഒരു കമ്മലും ഈ സെയിം സ്റ്റോൺ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ദേ ആദ്യം ചെറിയ കമ്മൽ വെച്ച് പെയർ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ കമ്മൽ വെച്ച് പെയർ ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്താണെന്ന് വെച്ചാൽ രണ്ടും സെയിം ഡിസൈൻ തന്നെയാണല്ലോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കമ്മൽ വെച്ച് പെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.